കീം എക്സാമിനേഷന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. എക്സാം ഹാളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഹാൾ ടിക്കറ്റിനോടൊപ്പം എന്തൊക്കെ എക്സാം ഹാളിൽ കൊണ്ടുപോകണം, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് ഒന്ന് നോക്കാം. നമുക്ക് കീം എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 എക്സാം ഉണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗിന് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനും മറ്റൊന്ന് BPharm കോഴ്സിനുള്ള അഡ്മിഷനും. എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷൻ April 17 മുതൽ 22 വരെയും BPharm കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ April 18 മുതൽ 20 വരെയുമാണ് എക്സാമിനേഷൻ നടക്കുക. അതിൽ എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ എക്സാമിനേഷൻ ആണ്. ഈ 3 മണിക്കൂർ എക്സാമിനേഷന് 2 മണിക്കൂർ മുമ്പെങ്കിലും എക്സാമിനേഷൻ സെന്ററിൽ നാം എത്തിയിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അരമണിക്കൂർ ബാക്കിയുള്ള സമയത്ത് എക്സാമിനേഷൻ സെന്റർ ക്ലോസ് ചെയ്യും. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എൻ്റർ ആവാൻ പെർമിഷൻ കിട്ടത്തില്ല. BPharm എക്സാമിനേഷൻ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്താണ് എക്സാമിനേഷൻ നടക്കുക. ഈ എക്സാമിനേഷനും 2 മണിക്കൂർ മുമ്പ് എക്സാമിനേഷൻ ഹാളിൽ എത്തണം. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഫോർമാറ്റിൽ ckerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. കളറായോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഹാൾ ടിക്കറ്റിൽ നമ്മുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിന്റെ ഫോട്ടോ, നമ്മുടെ നെയിം, അഡ്രസ്, വെന്യൂ ഓഫ് എക്സാമിനേഷൻ, അഡ്രസ് ഓഫ് വെന്യൂ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റിപ്പോർട്ടിംഗ് ടൈം എക്സാമിനേഷൻ, ഇതെല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിന്റെ ഹാൾ ടിക്കറ്റ് ടൈം നോക്കിയല്ല പോകേണ്ടത്. നമ്മുടെ ഹാൾ ടിക്കറ്റിലെ ടൈമും വെന്യൂവും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എക്സാം ഹാളിലേക്ക് പോവുക. എക്സാം ഹാളിൽ ഈ ഹാൾ ടിക്കറ്റിന്റെ താഴെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. എഞ്ചിനീയറിംഗിന്റെ എക്സാം ആണെങ്കിലും BPharm എക്സാമിനേഷൻ ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷനും എൻട്രൻസ് കമ്മീഷൻ നൽകുന്നുണ്ട്. എക്സാം ഹാളിൽ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ക്യാരി ചെയ്യണം? ഈ ഹാൾ ടിക്കറ്റും ഇതിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ ID കാർഡോ, ഇതേപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ക്യാരി ചെയ്യാൻ പാടില്ല. പേന വേണ്ട, പേപ്പർ വേണ്ട, കാൽക്കുലേറ്റർ പാടില്ല, ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകൾ ഒന്നും പാടില്ല. സിമ്പിൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോവുക. അവിടെയുള്ള പരിശോധനകൾ, അറ്റൻഡൻസ് സൈൻ ചെയ്യുന്നതും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതുമായിട്ടുള്ള ഇൻവിജിലേറ്ററുടെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് എക്സാം ഹാളിലേക്ക് എൻ്റർ ആവുക. എക്സാം കഴിയാതെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. നല്ല കോൺഫിഡൻസോടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതുക. ഇനി കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ckerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കുള്ള മെമ്മോ എന്തെങ്കിലും നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ അഡ്രസ് പ്രൂഫിലോ എന്തെങ്കിലും കാര്യത്തിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എൻട്രൻസ് കമ്മീഷനിലേക്ക് സബ്മിറ്റ് ചെയ്താൽ, ഇതിനുള്ള സമയം 14 തീയതി വരെ ഉണ്ട്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. 17 തീയതി മുതൽ നടക്കുന്ന എഞ്ചിനീയറിംഗിന്റെയും 18 തീയതി മുതൽ തുടങ്ങുന്ന BPharmന്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഏതിനൊക്കെയാണോ സബ്മിറ്റ് ചെയ്തത് അതായിരിക്കും നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കാണിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. നമുക്കറിയാം, ഈ എഞ്ചിനീയറിംഗിന്റെയും BPharmന്റെയും എൻട്രൻസ് എക്സാമിനേഷൻ വഴി കേരളത്തില് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഗവൺമെന്റ് എയ്ഡ് സെക്ഷനിലുമുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം അഡ്മിഷൻ കിട്ടാൻ ഈ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോറാണ് നോക്കുക. അതിനോടൊപ്പം ഫാർമസി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനും BPharmന്റെ ഈ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിനേഷൻ നല്ല കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യുക, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതാനുള്ള പ്രാക്ടീസ് നേടുക. ഫൈനൽ എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ ഏറ്റവും മികച്ച കോൺഫിഡൻസോടെ എഴുതുക. ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യുക. ഈ റാങ്ക് സ്കോർ ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ കൃത്യമായി പങ്കെടുത്താൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് എങ്ങനെ ചെയ്യണം, ഇതിനെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇനി ഈ ഫൈനൽ ലാബ് മൊമെന്റിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഓൺലൈനായോ ഓഫ്ലൈനായോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എന്ത് സംശയങ്ങൾക്കും വിളിക്കാം. നിങ്ങളോടൊപ്പം ഓരോ സംശയങ്ങളോടൊപ്പം അലോട്ട്മെന്റ് പ്രോസസ്സിംഗിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും പഠന സമയത്തും ഒക്കെ ആൽഫ അക്കാഡമി സപ്പോർട്ടുമായി കൂടെയുണ്ട്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.